ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ഒരു മുട്ടത്തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യമായി 4 മുട്ട എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു സവോള ചെറുതാക്കി അരിഞ്ഞത്, കുറച്ച് പച്ചമുളക് അരിഞ്ഞത്, നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കാട്ടോ പച്ചമുളക്, കുറച്ച് കറിവേപ്പില, അതിനാവശ്യമായിട്ടുള്ള തേങ്ങ. ഇത്രയും സാധനമാണ് നമുക്ക് മുട്ടത്തോരന് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ഈ 4 മുട്ട എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. അപ്പൊ ഈ 4 മുട്ട ഞാൻ ഇവിടെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ചിരകി വെച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാട്ടോ. ഇതേപോലെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് മിക്സ് മാറ്റി വെക്കാട്ടോ. അപ്പൊ ഈ തേങ്ങയും മുട്ടയൊക്കെ നന്നായി മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ എണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പൊ കടുകൊക്കെ നന്നായി പൊട്ടിയിട്ടുണ്ട്. നമുക്കിനി ഈ സവോള ഇതിലേക്ക് ഇടാം. അപ്പൊ ഉപ്പൊക്കെ ഇട്ടിട്ട് ഉള്ളി നന്നായി വഴറ്റുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് വഴറ്റാട്ടോ. ഇനി ഈ തക്കാളിയും പച്ചമുളകും കൂടി അതിലേക്ക് ഇട്ട് വഴറ്റാം. ഇനി ഇതെല്ലാം നന്നായി വഴറ്റിയതിന് ശേഷം നമുക്ക് ആ മുട്ട അടിച്ച് വെച്ചിരിക്കുന്നതില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ നന്നായിട്ട് ഇളക്കി മുട്ടയൊക്കെ നന്നായി വെന്ത് വരണം. അങ്ങനെ ഇളക്കി ഞാൻ ഇതിനെ ഒരു തോരൻ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ ഞാൻ മുട്ടത്തോരനൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി. നല്ല ടേസ്റ്റി ആയ മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.